കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അർജുനൻ വളരെ വൈരാഗ്യം വന്ന പോലെ സംസാരിക്കണ ഒരു ഭാഗമാണല്ലോ നമ്മൾ നിർത്തിയത്. 32 അല്ലേ, ഇനി 33 നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ 32 എന്താ പറഞ്ഞു വെച്ചാൽ, പിന്നെ 31 32 എന്താ പറഞ്ഞു വെച്ചാൽ, എന്താണ് ഈ ഈ ഈ യുദ്ധക്കളത്തിലിപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ബന്ധുക്കളെയൊക്കെ കൊന്നിട്ട് എനിക്ക് ഒരു ഗുണവും കാണുന്നില്ല. എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൃഷ്ണ, എനിക്ക് ജയിക്കണമെന്നോ രാജ്യം ലഭിക്കണമെന്നോ എന്നിട്ട് രാജ്യം ലഭിച്ചിട്ടുണ്ടാവണ സുഖമൊക്കെ അനുഭവിക്കണമെന്നോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് രാജ്യം കൊണ്ടോ രാജ്യം ലഭിച്ചു കഴിഞ്ഞാലത്തെ ലക്ഷൂറിയസ് ആയിട്ടുള്ള സുഖങ്ങളെ കൊണ്ടോ എന്തിനു പറയണു, ഈ ജീവിതം തന്നെ ഇവരെയൊക്കെ കൊന്നതിന് ശേഷം ഈ ജീവിതത്തിൻ്റെ അർത്ഥമില്ലാണ്ടേ ആവില്ലേ. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു നിർത്തിയത് നമ്മൾ, അല്ലേ. അപ്പോൾ ചാപ്ലയ്ക്കും കുറച്ചൊരു സാത്വിക ഭാവമുണ്ട്. പിന്നെ അർജുനനെ മറ്റേ ഇളെ പോലെയല്ല, എന്താ പറയുക, ദുര്യോധനെ പോലെയല്ല. അപ്പം നമുക്ക് 33 വായിക്കാം കേട്ടോ. ഇനി അതാണ് വേണ്ടത്. യേഷാമർത്ഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗാ സുഖാനി ച ത ഇമേവ സ്ഥിതാ യുദ്ധേ പ്രാണാം ത്യക്ത്വാ ധനാനി ച. യേഷാം അർത്ഥേ, അതായത് ആർക്ക് വേണ്ടി, യേഷാം അർത്ഥേ മീൻസ് ഫോർ ഹൂസ് സെയ്ക്ക്, നഹ രാജ്യം ഭോഗാ സുഖാനി ച കാംക്ഷിതം. ആർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഈ രാജ്യവും അതിൻ്റെ സുഖങ്ങളും രാജ്യം കിട്ടിയാലത്തെ സുഖങ്ങളും ഒക്കെ ആർക്ക് വേണ്ടി? തേ ഇമേ, അതൊക്കെ പ്രാണാൻ ധനാനി ത്യക്ത്വ യുദ്ധേ അവസ്ഥിത. അതായത് എല്ലാവരുടെയും ജീവനെടുത്ത് അവരുടെ മുഴുവൻ ലൈഫ് തന്നെ ഇതിലായിട്ട്, അങ്ങനെ എന്തിനാണ് ഈ രാജ്യവും ഭോഗങ്ങളും സുഖങ്ങളും ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്? അങ്ങനെയുള്ള, അതായത് ഇതൊക്കെ പിന്നെ രാജ്യം ഇവരൊക്കെ തോൽപ്പിച്ച് കൊന്ന രാജ്യം കിട്ടിയാൽ ആർക്ക് വേണ്ടിയാണ് ഈ സുഖം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കണ? അങ്ങനെയുള്ള ഗുരുക്കന്മാരും ദ്രോണരെ പോലെ അച്ഛന്മാരും പിതാമഹന്മാരും മുത്തശ്ശന്മാരും മക്കളും ഇല്ല, അവരല്ലേ മുമ്പിലൊക്കെ നിൽക്കണത്. ആരുടെയെങ്കിലുമൊക്കെ അച്ഛനൊക്കെ ആവും. പിന്നെ ഭീഷ്മരൊക്കെ ഇവരുടെ എല്ലാവരുടെയും പിതാമഹനാണ്, ഗുരുവാണ് ദ്രോണര്. ഇങ്ങനെയുള്ളവർക്കൊക്കെയും കൂടി പിന്നെ സൗഖ്യം വരണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന ഈ യുദ്ധം ഉണ്ടല്ലോ, ഇത് അങ്ങനെയുള്ള എല്ലാവരും ഉണ്ട്, അല്ലേ. പറഞ്ഞുല്ലോ നമ്മൾ, ഇൻലോസൊക്കെ പറഞ്ഞുല്ലോ. അപ്രകാരം ഇങ്ങനത്തെ ബന്ധുക്കളെ ഇവരെല്ലാവരും അവനവൻ്റെ പിന്നെ ജീവൻ തന്നെ കൊടുക്കാൻ തയ്യാറായിട്ട് ഇതാ യുദ്ധക്കളത്തിൽ നിൽക്കണു. അപ്പോൾ അവരെയൊക്കെ കൊന്നിട്ടുണ്ടാവണ സുഖം ആർക്ക് വേണ്ടിയിട്ടാണെന്നാണ് പറയണത്. അതായത് യുദ്ധം ചെയ്യണത് തന്നെ എല്ലാവർക്കും സുഖമായിരിക്കാനാണ്. പക്ഷേ അവരെയൊക്കെ കൊന്ന് 3/4 ആൾക്കാരെ കൊന്നിട്ട് ബാക്കി കുറച്ച് ആൾക്കാർക്ക് സുഖം അനുഭവിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് ശരിക്ക്. അതാണ് അതിലിപ്പോൾ വെച്ചാൽ, വെറുതെ അല്ലേ ഞാനിപ്പോൾ ഈ യുദ്ധം ചെയ്ത അനവധി ആൾക്കാരെ കൊന്നിട്ട് എനിക്ക് ആ സുഖം അനുഭവിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല എന്ന്. അതൊക്കെ ആലോചിക്കുന്നുണ്ട്. ശരിയാണ്, അല്ലേ. എത്ര കുറച്ച് കാലത്തേക്കേ അത് നിൽക്കുള്ളൂ, അഥവാ കിട്ടിയാലും, അല്ലേ. യേഷമർത്ഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗാ സുഖാനി ച ത ഇമേവ സ്ഥിതാ യുദ്ധേ പ്രാണാം ത്യക്ത്വാ ധനാനി ച. അതായത് യുദ്ധം ചെയ്തിട്ട് ദ്രോണർക്കും പിന്നെ എന്താ പറയുക, ഭീഷ്മർക്കും എൻ്റെ കസിൻസിനും
കൃപർക്കും എല്ലാവർക്കും സുഖം വേണമെന്നാണ് എനിക്ക് ആഗ്രഹം. അതിന് പകരം ജീവൻ കളയാൻ വേണ്ടിയിട്ടാണ് സകല യുദ്ധകളത്തിൽ നിൽക്കണം. തോറ്റാലും ജയിച്ചാലും അനവധി ആളുടെ ജീവൻ പോവും. അങ്ങനെ എന്തിനാ ചെയ്യണം, എനിക്ക് ചെയ്യണം എന്നില്ല എന്ന് പറയണം യുദ്ധേ. ഇനി 34. ആചാര്യ പിതരപുത്രാസ്തഥൈവ ച പിതാമഹാ മാതുലാശ്വശുരാ പൗത്ര സ്യാലാ സംബന്ധിനസ്തഥാ. ആരൊക്കെയാണ് ഇപ്പം ഈ ജീവൻ കളയാൻ തയ്യാറായിട്ട് നിൽക്കണത് യുദ്ധത്തിന്? ഗുരുക്കന്മാർ, അച്ഛന്മാർ, മക്കൾ, മുത്തശ്ശന്മാർ ഒക്കെ ആരുടെയെങ്കിലും ഗുരുവോ അച്ഛനോ മക്കളോ പിതാമഹൻ, അതായത് ഗ്രാൻഡ് ഫാദറോ അമ്മാമനോ ഇൻലോസോ പിന്നെ പേരക്കുട്ടികളോ ഒക്കെ ആവൂലോ ഇവിടെ നിൽക്കണവർ മുഴുവൻ. ബിക്കോസ് എന്താ അർജുനൻ്റെ സങ്കടച്ചം, എല്ലാവരും സ്വന്തം ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പം ഈ എൻ്റെ എന്നുള്ള എത്രയോ യുദ്ധം ഇതിനു മുമ്പ് ചെയ്തു. അപ്പോൾ ഒന്നും എൻ്റെ ആൾക്കാരോടല്ല ചെയ്തതേ. ഇപ്പം എന്താ വെച്ചാൽ കൗരവന്മാരും കസിൻസല്ലേ. അതിന് പുറമെ കൗരവന്മാരുടെ കൂടെ നിൽക്കുന്നവർ ഒക്കെ വേണ്ടപ്പെട്ടവരാണ്. അപ്പോൾ ആ എൻ്റെ എന്നുള്ള ഭാവം ഉണ്ടാവുകയാണ് അർജുനെ. അതുകൊണ്ടാണ് ഇത്ര ദയ. അത് ഭഗവാൻ വേണച്ചുണ്ടാക്കി തന്നെയാണ്. ഇത്ര വലിയൊരു വളരെ വീരശൗര്യ പരാക്രമിയായിട്ടുള്ള ക്ഷത്രിയനല്ലേ. അപ്പം ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല യുദ്ധത്തിൻ്റെ സമയത്ത്. അത് ഭഗവാൻ വേണച്ചിട്ട് തന്നെയാണ് ഇത് ഉപദേശിക്കാൻ, മനസ്സിനെ പാകപ്പെടുത്താനേ. അപ്പോൾ അതാണ് ഇവരൊക്കെ അല്ലേ ഓൺ ആൾക്കാരാണ്. അവരെയൊക്കെ കൊന്നിട്ട് എനിക്ക് എന്ത് കിട്ടും? ആചാര്യ പിതരപുത്രാസ്തഥൈവ ച പിതാമഹാ മാതുലാശ്വശുരാ പൗത്ര സ്യാലാ സംബന്ധിനസ്തഥാ. മാതുലൻ പറഞ്ഞ അമ്മാവൻ, ശ്വശുരൻ പറഞ്ഞാൽ ഇൻലോ, പൗത്രൻ പറഞ്ഞാൽ അത് പിന്നെ ഗ്രാൻഡ് സൺസ്, ആചാര്യൻ ഗുരു, പിതര മീൻസ് അച്ഛന്മാർ, പുത്രന്മാർ, പിതാമഹന്മാർ, മുത്തശ്ശന്മാർ. അതാണ് പറയുന്നത് കേട്ടോ. ഇനി 35. ഏതാൻ നഹന്തുമിച്ഛാമി ജ്ഞാതോപി. അതെ, മധുസൂദന അഭി ത്രൈലോക്യരാജ്യസ്യ ഹേതോ കിം नु മഹീകൃതേ. ഹേ മധുസൂദന, മധു എന്നുള്ള രാക്ഷസനെ കൊന്ന ആളാണല്ലോ, അതുകൊണ്ടാണ് മധുസൂദന എന്ന് പറയുന്നത്, സംബോധന ചെയ്യണത്. ത്രൈലോക്യ രാജ്യസ്യ ഹേതോഹോ അഭി. എനിക്കിപ്പോൾ 3 ലോകം മുഴുവനെ കിട്ടും ചാലും. ഈ 3 ലോകങ്ങൾ ഏതാണ്? താഴത്തുള്ള ലോകം, ഭൂമി, മുകളിലുള്ള ലോകം. അതായത് പാതാളവും ഭൂമിയും സ്വർഗവും. എനിക്ക് 3 ലോകവും കിട്ടിയാൽ പോലും, ഈവൻ ഫോർ ദ സേക്ക് ഓഫ് ഈ 3 ലോകങ്ങളും, ഏതാൻ ഹന്തും ന ഇച്ഛാമി. ഇവരെ കൊന്നിട്ട് എനിക്ക് 3 ലോകവും കിട്ടുന്ന തന്നെ വെച്ചോളൂ, എന്നാലും എനിക്ക് ഇവരെ കൊന്നിട്ട് അതാഗ്രഹമില്ല. എൻ്റെ ആൾക്കാർ ഘ്നതഹ അഭി, അവരെന്നെ കൊന്നാൽ പോലും, എന്നെ കൊല്ലാച്ച കൊന്നോട്ടെ. അതായത് യുദ്ധത്തിന് തയ്യാറല്ല എന്ന് പറഞ്ഞാൽ എന്നെ വന്ന് അവർ കൊന്നു തന്നെ വെച്ചോളൂ ദുര്യോധനൻ. മഹീകൃതേ കിംന്നു. ഇനി എന്നെ കൊന്നാൽ പോലും എനിക്ക്, ഞാൻ കൊല്ലപ്പെട്ടാൽ പോലും എനിക്ക് വിരോധമില്ല. അതാണ് പറയുന്നത് മഹീകൃതേ കിംന്നു. ദെൻ ഞാൻ ഇപ്പോൾ കൊല്ലപ്പെട്ടാൽ എനിക്ക് വിരോധമില്ലാത്ത ആൾ പിന്നെ ഈ ഭൂമിയുടെ ഭാരത്തിന് വേണ്ടി എൻ്റെ സ്വന്തം ആൾക്കാരെ കൊല്ലാൻ തയ്യാറാവുമോ? ഞാൻ കൊല്ലപ്പെട്ട എൻ്റെ ജീവൻ ഇപ്പോൾ നഷ്ടപ്പെട്ടാൽ തന്നെ എനിക്ക് വിരോധമില്ല. കാരണം ഇവരെ കൊന്നിട്ട് എനിക്ക് ഈ 3 ലോകം മുഴുവനെ കിട്ടിയിട്ട് ഞാൻ അതിൻ്റെ മുഴുവൻ അധിപതിയായി ഇരിക്കാം എന്നുള്ള ഒരവസ്ഥ വന്നാൽ പോലും എനിക്ക് ഇവരെ കൊല്ലണമെന്നില്ല. അതുമാത്രമല്ല, എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും എനിക്ക് വിരോധമില്ല. അങ്ങനെ ഒരവസ്ഥയിലാണ് എൻ്റെ മനസ്സ് പിരിക്കണത്. സ്വന്തം ആൾക്കാരെ കൊന്നിട്ട് എനിക്കൊന്നും വേണ്ട. ഇനി ഞാൻ ഭീരുവായിട്ട് ചെയ്യാതിരിക്കുകയാണ്, എന്നിട്ട് ഞാൻ കൊല്ലപ്പെട്ടാലും കൂടി എനിക്ക് വിരോധമില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ ഞാൻ ഇവരെ യുദ്ധം ചെയ്ത് രാജ്യം
വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു തോന്നുന്നുണ്ടോ കൃഷ്ണ? എനിക്ക് അത്രയ്ക്ക് ആഗ്രഹമില്ലാണ്, തേക്കച്ച് പറയാണ്. അതായത് അവനവന് തോന്നണ ആ തോന്നലിപ്പോൾ ശരിയാണെന്ന് ജസ്റ്റിഫൈ ചെയ്ത് കൃഷ്ണനെ കൺവിൻസ് ചെയ്യാണ്. എന്നാ ചെയ്യണ്ട യുദ്ധം പറയുമെന്ന് വിചാരിച്ചിട്ടേ. അവനവന് തോന്നുന്നത് ശരിയാന്ന് തന്നെ തോന്നുന്നുണ്ട്. അത് ശരിക്കും തോന്നിയിട്ട് തന്നെയാണ് പറയണത്, വെറുതെ പറയല്ല. അത് കൃഷ്ണനെ കൺവിൻസ് ചെയ്യാൻ നോക്കുകയാണ്. അതായത് ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ. അർജുനൻ ദുഷ്ടന്മാരെയാണ് കൊല്ലണ എന്നുള്ളത് മറക്കുകയാണ്. ഭഗവാൻ നല്ല ആൾക്കാരെ ഒന്നും കൊന്നിട്ടില്ല. ഇപ്പം മധുസൂദന എന്ന് വിളിച്ചില്ലേ, മധുവും കൈടഭനൊക്കെ വേദങ്ങൾ കക്കാൻ വേണ്ടി വന്ന അസുരന്മാരാണ് അല്ലേ. അപ്പം മധുവിനെ കൊന്നത് ദുഷ്ടനായതുകൊണ്ടാണ് കൊന്നതേ. അപ്പം ഇവിടെ അർജുനൻ എന്തുണ്ട്, വളരെ സൗകര്യപൂർവം നമ്മൾ പറയുമല്ലോ, കൺവീനിയൻ്റ്ലി ഫൊർഗെറ്റിംഗ് ആണ്. എന്ത്, ഭഗവാൻ കംസനെ, മധു എന്ന രാക്ഷസനെ, കൈടഭനെയൊക്കെ കൊന്നത് അവർ ദുഷ്ടന്മാരായതുകൊണ്ടാണ്. അപ്പം ഇവിടെയും അർജുനൻ കൊല്ലാൻ പോണത് മുഴുവൻ ദുഷ്ടന്മാരെയാണ്. അപ്പം സാരമില്ല, ലോകത്തിനെ രക്ഷിക്കാനാണ്. പക്ഷേ ഈ എൻ്റെ എന്നുള്ള ആ സെൽഫിഷ് തോന്നൽ വന്നു, അതാണ് പറ്റിയതേ. കൗരവന്മാർ അധർമ്മികളാണ്, ഈവിൾ മൈൻഡഡാണ്, ദുഷ്ടന്മാരാണ്. പക്ഷേ അവർ കസിൻസായിപ്പോയി. അതുകൊണ്ട് എനിക്ക് എങ്ങനെ കൊല്ലാൻ സാധിക്കും എന്നാണ് ജസ്റ്റിഫിക്കേഷൻ. ആരുടെ? അർജുനൻ്റെ. അതാണ് അർജുനൻ്റെ ജസ്റ്റിഫിക്കേഷൻ. അതാണ്, എനിക്ക് അവർ ദുഷ്ടന്മാരൊക്കെ ആയിരിക്കും, പക്ഷേ എനിക്ക് കൊല്ലാൻ വയ്യ എന്നാണ് തീർത്ത് പറയാണ് കേട്ടോ. അപ്പം നമുക്ക് ഏതാന്ന ഹന്തുമിച്ഛാമി, ഹന്തും ചന്ത കൊല്ലാൻ ഇഷ്ടമല്ല. ഘ്നതോപി മധുസൂദനാം അഭി ത്രൈലോക്യരാജ്യസ്യ, 3 ലോകം കിട്ടിയാലും ഹേതോക്കിം नु മഹീകൃതേ, ഞാൻ കൊല്ലപ്പെട്ടാലും കൂടിയും കൊല്ലണമെന്ന് ആഗ്രഹമില്ലാത്ത ആൾ പിന്നെ അതിന് പുറപ്പെടില്ലല്ലോ. അതാണ്. ഇനി 36. നിഹത്യ ധാർത്തരാഷ്ട്രാൻ നഹ കാ പ്രീതി സ്യാജ്ജനാർദ്ദന പാപമേവാശ്രയേദസ്മാൻ ഹത്വൈതാനാതതായിന. ജനാർദ്ദന എന്നാണ് ഇതിൽ സംബോധന ചെയ്യണം ഭഗവാനെ. ഓരോ പ്രാവശ്യം ഓരോന്നാണ് കേട്ടോ വിളിക്കുക. ജനാർദ്ദന കഴിഞ്ഞാലും മധുസൂദന വിളിച്ചുല്ലോ. ധാർത്തരാഷ്ട്രാൻ നിഹത്യ കാ പ്രീതി സ്യാദ്, ഈ ധൃതരാഷ്ട്രയുടെ പുത്രന്മാരെ കൊന്നിട്ട് ഞങ്ങൾക്ക് എന്ത് സന്തോഷം കിട്ടാൻ? കാ പ്രീതി, പ്രീതി പറഞ്ഞാൽ സന്തോഷം. ഈ ധാർത്തരാഷ്ട്രന്മാരെ മീൻസ് ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് ഞങ്ങൾക്ക് എന്ത് പ്രീതി, എന്ത് ഗുണമാണ് അല്ലെങ്കിൽ സന്തോഷമാണ് കിട്ടാൻ പോണത്? ആതതായിനഹ ഏതാൻ ഹത്വ, ഈ ദുഷ്ടന്മാരായിട്ടുള്ള ഈ പാപികളെ കൊന്നിട്ട് അസ്മാൻ പാപമേവ ആശ്രയേത്, എനിക്ക് പാപം മാത്രമേ കിട്ടാൻ പോകുന്നുള്ളൂ. ഈ ദുഷ്ടന്മാരെ കൊന്ന് അങ്ങനെ വിശ്വസിക്കുന്നത്. അത് സ്വന്തം ആൾക്കാരായതുകൊണ്ടാണ് അത് തോന്നണത്. ഇതിനു മുമ്പൊക്കെ എത്ര ശത്രുക്കളെ കൊന്നിട്ടുണ്ട്, എത്ര യുദ്ധത്തിൽ അല്ലേ. പക്ഷെ ഇതിപ്പോൾ സ്വന്തം എന്ന് വരുകൊണ്ട് പറയുകയാണ്, അവർ ദുഷ്ടന്മാരാണെങ്കിലും കൊന്നാൽ നമുക്ക് പാപം കിട്ടുക എന്നല്ലാണ്ട് വേറൊരു ഗുണവും ഇല്ലയെന്ന്. എന്താ അറിയോ, ജനാർദ്ദനൻ എന്നുള്ള ഭഗവാന്റെ പേരിന് ഒരർത്ഥം എന്താ വെച്ചാൽ ദുഷ്ടന്മാരെ കൊല്ലുന്നവെന്ന് അർത്ഥമുണ്ട്. അതിൻ്റെ അർത്ഥം വേറൊരർത്ഥം കൂടി ഉണ്ട്. അതായത് നല്ല ആൾക്കാരുടെ റെഫ്യൂജാണ്. അതായത് ജനാർദ്ദനൻ എന്നുള്ളതിന് വൺ ഹൂ കിൽസ് ഈവിൾ പീപ്പിൾ അല്ലെങ്കിൽ ദുഷ്ടാസ് ആൻഡ് വൺ ഹൂ ഈസ് ദ റെഫ്യൂജ് ഓഫ് ഓർഡിനറി പീപ്പിൾ. സാധാരണ ദുഷ്ടന്മാരല്ലാത്തവരുടെ രക്ഷിക്കുന്ന ആളാണ്. അതേസമയം ദുഷ്ടന്മാരെ ശിക്ഷിക്കുന്ന ആളാണ്. അപ്പം ചുരുക്കത്തിൽ ജനാർദ്ദനൻ എന്നുള്ള അർത്ഥത്തിന് പേരിന് ശരിക്ക് ഈ അർത്ഥം പറയുകയാണെന്ന് വെച്ചാൽ എന്താ അറിയോ, ദുഷ്ടന്മാരെ ശിക്ഷിക്കുകയും അല്ലെങ്കിൽ കൊല്ലുകയും ശിഷ്ടന്മാരെ രക്ഷിക്കുകയും ചെയ്യണ ആളാണ്. അതായത് ശിഷ്ടന്മാരുടെ, നല്ല ആൾക്കാരുടെ ഒരു ആശ്രയമാണ്. അല്ലെങ്കിൽ ദേ ടേക്ക് റെഫ്യൂജ്, ഭഗവാൻ അഭയം കൊടുക്കും.
നല്ല ആൾക്കാർക്ക്, ദുഷ്ടന്മാരെ കൊല്ലും. അതാണ് ജനാർദ്ദനൻ എന്ന് ഉപയോഗിച്ചത് കേട്ടോ. പിന്നെ ഇതിൽ ആതതായിന എന്ന് പറയുന്നുണ്ടല്ലോ. ആതതായിന എന്നുള്ളത് 6 തരത്തിലുണ്ട് അത്രേ. അതായത് ആതതായിന പറഞ്ഞാൽ പാപികൾ എന്നാണ് അർത്ഥം കേട്ടോ. ഏതൊക്കെ തരത്തിലുള്ള പാപികളെ ഉണ്ടോ, അതായത് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കണവരെ ആതതായിനന്മാരെന്ന് പറയും. പിന്നെയോ പിന്നെ തീ കൊളുത്തി കൊല്ലുക, ആയുധങ്ങളെ കൊണ്ട് കൊല്ലുക, പിന്നെ ആരെങ്കിലും പിന്നെ എന്താണ് ധനം കട്ടെടുക്കുക, പിന്നെ ആരെങ്കിലും കട്ടെടുത്ത് കൊണ്ടുപോവുക, ആൾക്കാരെ അബ്ഡക്റ്റ് ചെയ്യുക, അപഹരിച്ച് കൊണ്ടുപോവുക, അങ്ങനെയുള്ളവരെയൊക്കെയാണ് അത്രേ പിന്നെ ആതതായന്മാരെന്ന് പറയുക. ശരിക്കും പറയുക വെച്ചാൽ ശാസ്ത്രപ്രകാരം ഇങ്ങനത്തെ പാപം ചെയ്യണവരെ ഇപ്പോൾ പിന്നെ ചിതുലതൊക്കെ പിന്നെ കൗരവന്മാർ നോക്കൂ, എന്താണ് ഭീമനെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കി. അപ്പോൾ അവരെ കൊന്നാൽ വിരോധമില്ല. ശാസ്ത്രപ്രകാരം ഈ പാപം ചെയ്തവരെ കൊന്നാൽ ശരിക്കും ലോകത്തിന് ഉപകാരമായതുകൊണ്ട് പാപമില്ല എന്നാണ് പറയുക. അപ്പോൾ അതാണ് ആതതായനന്മാരാണെച്ചാലും ഞാൻ കൊല്ലില്ല എന്നാണ് പറയണേ. ശരിക്കും അവർ വധം അർഹിക്കുന്നവരാണ്, ദേ ഡിസേർവ് ടു ബി കിൽഡ്, എന്നാലും ഞാൻ കൊല്ലില്ല എന്നാണല്ലോ പറയുന്നത്. അതാണ് ആതതായന എന്ന് പറയുന്നത്. അപ്പോൾ 6 തരത്തിലാണ്. എന്താ വെച്ചാൽ ആരാണ് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കണേ, അല്ലെങ്കിൽ തീയോണ്ട് കൊല്ലാൻ നോക്കണം, വീടൊക്കെ കത്തിക്കുക, അങ്ങനെ അതും ചെയ്തുല്ലോ. ഈ അരക്കില്ലം ചുട്ടില്ലേ കൊല്ലാൻ വേണ്ടിയിട്ട്. പിന്നെ ആയുധം കൊണ്ട് ഓഫ് കോഴ്സ് ധാരാളം പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ ധനം മുഴുവൻ അപഹരിച്ചില്ലേ, എൻ്റെ ഒന്നും തരില്ല, ഇത് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞ് അതും ചെയ്തു. എല്ലാ തെറ്റുമുണ്ടേ. പിന്നെയോ അബ്ഡക്റ്റ് ചെയ്യുക, പിന്നെ കട്ടുകൊണ്ടുപോവുക, എല്ലാ അരുതാത്തും ചെയ്യേണ്ടവർ. അപ്പം ശരിക്കും കൊന്നാലും വിരോധമില്ല, പക്ഷെ എന്നാലും ഞാൻ കൊല്ലില്ല, എൻ്റെ സ്വന്തം ആൾക്കാരല്ലേ, അതുകൊണ്ട് എനിക്ക് പാപം കിട്ടുമെന്ന് പറയാം. ശരിക്കും പാപം കിട്ടില്ലേ ശാസ്ത്രപ്രകാരം. പക്ഷേ അർജുനൻ പറയാണ് ഡിഫെൻസീവായിട്ട്, ഞാൻ യുദ്ധം ചെയ്യാണ്ടിരിക്കാൻ കാരണം ഇവരെയൊക്കെ കൊന്നാൽ എനിക്ക് പാപം കിട്ടും, അത് മാത്രമേ കാര്യമുള്ളൂ എന്ന് പറയുകയാണ്. അത് ഈ ദയ, അസ്ഥാനത്തൊരു ദയ വരികയാണ്. അതായത് ശരിയല്ലാത്ത സമയത്തൊരു ദയാണ് വരണത്, അതാണ് കാണിക്കണത് കേട്ടോ. വെച്ചാൽ ഇതാ മനസ്സിൻ്റെ സംഘർഷമാണ് കാണിക്കണേ. ഭാവം മനസ്സ് ചഞ്ചലായി, മനസ്സ് കംപ്ലീറ്റ്ലി ആജിറ്റേറ്റഡായി. അപ്പം എന്തായി, ദ പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ വിവേകം നഷ്ടപ്പെട്ടു. ശരിക്കും ചിന്തിക്കാൻ പറ്റുന്നില്ല. അതാണല്ലോ നമുക്ക് എല്ലാവർക്കും പറ്റുക. മനസ്സങ്ങടെ പ്രക്ഷുബ്ധമായാൽ, ആജിറ്റേറ്റഡ് ആയാൽ നമ്മളെ ആ പവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ നമ്മൾ വിവേകം എന്ന് പറയും, ശരിയും തെറ്റും ശരിക്കും മനസ്സിലാക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പം ആർക്ക്? അർജുനെ. അങ്ങനെയുള്ള സമയത്താണ് അപ്പം ഗീത ഉപദേശിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഭഗവാൻ അങ്ങനെ ആക്കി തീർത്തത് അർജുനൻ്റെ മനസ്സ്. അതും ഭഗവാന്റെ ഇച്ഛ. ഇവിടെ ഭഗവാന്റെ ഇച്ഛ അല്ലാണ്ട് ഒന്നും നടക്കണില്ലല്ലോ. അതാണ് നിഹത്യഥാർത്ഥരാഷ്ട്രാൻ ന കാ പ്രീതി സ്യാജനാർദ്ദന പാപമേവാശ്രയേദസ്മാൻ ഹത്വൈതാനാതതായിനഃ. ആതതായന്മാരെ സ്വതേ കൊല്ലാം, പക്ഷേ അത് പാപമായിട്ട് കരുതുകയാണ്. ആര്? സ്വതേ പാപമില്ലെങ്കിലും അർജുനൻ തൽക്കാലം അതൊക്കെ പാപമായിട്ട് തന്നെ തോന്നണ, കാരണം സ്വന്തം ആൾക്കാരായതുകൊണ്ടാണ്. ഇനി 37 കേട്ടോ. തസ്മാന്നാർഹ വയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിന ശ്യാമമാധവ. നമുക്ക് ഈ ശ്ലോകങ്ങളൊക്കെ നമുക്ക് രസകരമായി തീരണത് എപ്പോഴറിയോ? ഇത് നമ്മൾ ജീവിതത്തിലേക്ക്, നമ്മുടെ നിത്യജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പം ഇങ്ങനത്തെ സന്ദർഭമൊക്കെ നമുക്കും ഉണ്ടാവും ഇല്ലേ? ഓരോ വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമുക്കങ്ങോട്ട് ധർമ്മസങ്കടം, എന്ത് ചെയ്യണം എന്നറിയില്ല. വിഷമങ്ങളല്ല, ചിലപ്പോൾ നല്ല കാര്യമാണെങ്കിലും കൂടി നമുക്ക് ഇത് ചെയ്താലാണോ നല്ലത്, ഇത് ചെയ്താലാണോ നല്ലത്, ചീത്ത കാര്യങ്ങൾ, അതായത് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ ചിലപ്പോൾ എന്തെങ്കിലും, അതും അതേപ്പോൾ നമുക്ക് നിശ്ചയിക്കാൻ പറ്റാത്ത സന്ദർഭമുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ കാണിക്കണം. അങ്ങനെ ആലോചിച്ചാലേ നമുക്കിത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുള്ളൂ. മാധവ വേറൊരു പേരാണ് ഭഗവാനെ വിളിക്കണ, മാധവ. തസ്മാത്, അതുകൊണ്ട് വയം, നമ്മൾ ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ ഹന്തും ന അർഹ. ഈ പറഞ്ഞ കാരണങ്ങളെ കൊണ്ട് ഭഗവാനെ, കൃഷ്ണ, മാധവ, നമ്മൾ ഈ ധൃതരാഷ്ട്രപുത്രന്മാരെ കൊല്ലണത് ശരിയല്ല. ദേ ഡോണ്ട് ഡിസേർവ് ടു ബി കിൽഡ് ബൈ അസ്.
ഞാനിപ്പറഞ്ഞ കാരണങ്ങളും കൊണ്ട് ഭഗവാനും ഒന്നും അറിയാത്ത പോലെ അർജുനൻ പറയണേ. ഭഗവാനോടാ പറയണ, ഭഗവാനെ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് നമുക്ക് അവരെ കൊല്ലാനുള്ള അർഹത ഇല്ല, അല്ലെങ്കിൽ ദേ ഡോണ്ട് ഡിസേർവ് ടു ബി കിൽഡ് ബൈ അസ്. സ്വജനം ഹത്വ, സ്വന്തം ആൾക്കാരെ കൊന്നിട്ട് കഥം സുഖിന സ്യാമാഹി, എങ്ങനെ നമുക്ക് പിന്നെ സുഖമായിട്ടിരിക്കാൻ പറ്റിയ മനസ്സ്? ഇങ്ങനെ സ്വന്തം ആൾക്കാരെ കൊന്നിട്ട് നമുക്ക് എപ്പോഴെങ്കിലും സുഖമായിട്ടിരിക്കാൻ പറ്റുമോ കൃഷ്ണ? അതാണ് അതായത് എൻ്റെ സ്വന്തം ആൾക്കാരെന്നുള്ളതാണ് അർജുനൻ്റെ മനസ്സിനെ ഇപ്പോൾ കുഴയ്ക്കണത്. എൻ്റെ സ്വന്തം ആൾക്കാരെ എങ്ങനെ കൊല്ലും എന്ന്, അതാണ് ആ ഞാൻ എൻ്റെ എന്നുള്ള അഹന്ത മമത. അതുണ്ടാവണത് എന്തുകൊണ്ടാണ്? ആക്ച്വലി ഭഗവാൻ മായ കൊണ്ട് മോഹിപ്പിച്ചെടുക്കുകയാണ്. ആരെ? അർജുനനെ. ഞാൻ എൻ്റെ എന്ന് സ്ട്രോങ് ആയിട്ടുള്ള ഫീലിംഗ് വരുമ്പോൾ നമുക്ക് ശരിക്കും ഏതാ ശരി എന്നുള്ളത് ചെയ്യാൻ വിഷമം തന്നെയാണ്. അത് എത്ര ശരിയാണ് നമ്മുടെ ജീവിതത്തിൽ ചെണ്ടോ. ഞാൻ എൻ്റെ എന്നുള്ള വിചാരം ഉണ്ടെങ്കിലാണ് നമുക്ക് ശരിയായിട്ടുള്ള കാര്യം ചെയ്യാൻ വിഷമം, ആലോചിക്കാനും വിഷമം. അപ്പോൾ ഇപ്പോൾ ഭഗവാൻ ഇവിടെ ഹി ഡെല്യൂഡഡ് ഹിം വിത്ത് മായ. മായാച്ച എന്താ? ഞാൻ എൻ്റെ എന്നുള്ള വിചാരം തന്നെ പ്രധാനമായിട്ടൊരു കാര്യം മായയ്ക്ക്. അല്ല, പല കാര്യങ്ങളും മായ കൊണ്ടാണ്, പക്ഷേ അതിലൊരു പ്രധാനമായിട്ടുള്ളത് ഞാൻ എൻ്റെ, ഞാൻ പ്രധാനം, എൻ്റെ അത് ഭഗവാൻ അങ്ങട് മായ അങ്ങട് ഏൽപ്പിച്ചു അർജുനൻ്റെ മനസ്സിൽ. ഹിസ് മൈൻഡ് ഈസ് നൗ ഡെല്യൂഡഡ് ബൈ മായ. അപ്പോൾ 37 തസ്മാന്നാർഹ വയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ. കണ്ടോ, സ്വന്തം ബന്ധുക്കളാണ്. ദേ ഡോണ്ട് ഡിസേർവ് ടു ബി കിൽഡ് എന്ന് പറയുകയാണ്. അവർ കൊല്ലപ്പെടേണ്ടവരല്ല എന്നാണ് പറയണേ. സ്വജനം ഹി കഥം ഹത്വ, സ്വന്തം ആൾക്കാരെ കൊന്നിട്ട് സുഖിനാസ്യാമ മാധവ, നമുക്ക് എന്ത് സുഖം കിട്ടാൻ. അപ്പം ആ സ്വധർമ്മം, സ്വന്തം ഡ്യൂട്ടി ഇങ്ങോട്ട് മറക്കുകയാണ്. അതിൽ ഈ മായ കൊണ്ട് മോഹിപ്പിക്കപ്പെട്ടു ആര്? അർജുനൻ്റെ മനസ്സ്. അപ്പം സ്വധർമ്മം മറക്കുകയാണ്. ഇനി നമുക്ക് രണ്ടെണ്ണം കൂടി ഒന്നിച്ചാണ്, സാരില്ല അധികം ചെയ്യേ. യദ്യപ്പേതേന പശ്യന്തി ലോഭോപഹത ചേതസ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം. 39 കഥം ന ജ്ഞേയമസ്മാഭി പാപാദസ്മാന്നിവർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിർജനാർദ്ദന. ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് ആർക്ക്? അർജുനൻ. ആസിഫ് ഭഗവാൻ ജ്ഞാനസ്വരൂപനാണ്, ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ തൽക്കാലം അർജുനൻ ഡിഫെൻഡ് ചെയ്യണം, തനിക്ക് തോന്നുന്നത് ശരിയാന്നേ, അത് ജസ്റ്റിഫൈ ചെയ്യണം. അപ്പോൾ ഭഗവാൻ ഒന്നും അറിയാത്ത പോലെ ഇപ്പോൾ പറയണതില്ല കേട്ടോ. നോക്കൂ, ജനാർദ്ദന, പിന്നെയും ജനാർദ്ദന എന്ന് വിളിച്ചു. അതായത് ശിഷ്ടന്മാരെ രക്ഷിക്ക്, ദുഷ്ടന്മാരെ ശിക്ഷിക്കണ ആളാട്ടോ. ഏതേ ഈ കൗരവന്മാർ ലോപോപഹത ചേതസ, അവരുടെ ഗ്രീഡ്, ലോഭം ചെന്ത ഗ്രീഡാണ്, അത്യാഗ്രഹം. അവരുടെ അത്യാഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ ലോഭം കൊണ്ട്, ഗ്രീഡ് കൊണ്ട് കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ പാതകം ച യദ്യപി ന പശ്യന്തി. അതായത് അവർക്ക് ഈ ലോഭം, ഗ്രീഡോണ്ട് എന്താ അറിയോ, അവർക്ക് ഇങ്ങനെ സ്വന്തം ആൾക്കാരെ കൊല്ലുകയും ഈ യുദ്ധത്തിൽ സ്വന്തം ആൾക്കാരെ കൊന്ന് രാജ്യം കിട്ടി ഭരിക്കണം എന്നുള്ള ഒരു വല്ലാത്ത ആഗ്രഹം ഉണ്ടല്ലോ, അത് കാരണം അവർക്ക് ഇതിൻ്റെ പാപമൊന്നും ആലോചിക്കാൻ പറ്റുന്നില്ല. അവരോട് സിമ്പതി ഉള്ള പോലെ പറയണേ, സാരല്ല കൗരവന്മാർ യുദ്ധം വേണമെന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ടല്ലോ, അവർക്ക് ഈ ചെയ്യണ യുദ്ധത്തിൻ്റെ പാപമൊന്നും അവർക്ക് അറിയില്ല. അതായത് അവരുടെ അത്യാഗ്രഹം കാരണം അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ സ്വന്തം ആൾക്കാരെയൊക്കെ കൊന്നിട്ട് രാജ്യം കിട്ടിയിട്ട് എന്താ കാര്യം എന്ന് ഞാൻ ചിന്തിക്കുന്ന പോലെ. അതാണ് അർജുനൻ പറയണത്. ഞാനിപ്പോൾ അവരൊക്കെ കിട്ടിയിട്ട് എന്താ കാര്യം, എനിക്ക് സുഖിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ആലോചിക്കണ പോലെ അവർക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല കൗരവന്മാർക്ക്. ബിക്കോസ് ഓഫ് ദ ഗ്രീഡ്, അത്ര അത്യാഗ്രഹമുണ്ട്, അതുകൊണ്ട് അവർക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭി അസ്മാഭി,
എന്നാൽ നമുക്കങ്ങനെയല്ല. എനിക്കത് ആലോചിക്കാൻ പറ്റുന്നുണ്ട്. രാജ്യം കിട്ടിയിട്ടൊന്നും കാര്യമില്ല, എല്ലാവരെയും കൊന്നു കഴിഞ്ഞിട്ട് അത്ര പാപം വലിച്ചു കെട്ടിയിട്ട് എന്തിനാ എനിക്ക് രാജ്യം എന്ന് എനിക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ട്. നമുക്കെന്നാ പറയണേ. അവർക്കത് പറ്റില്ല. അപ്പോൾ ദയേ അവരോട്. അസ്മാത് പാപാത് നിവർത്തിതും കഥം ന ജ്ഞേയം. അതുകൊണ്ട് അവർക്ക് പാപമാണ് ചെയ്യണമെന്നും ആ പാപത്തിൽ നിന്ന് പിന്തിരിയണമെന്നും ആലോചിക്കാനുള്ള ബുദ്ധി, വിസ്ഡം ഇല്ലാന്ന്. അതാ പാവം തോന്നുകയാണെന്ന് കൗരവന്മാരോട് എന്താ പറയണേ. അത് അവനവൻ്റെ ആ നിലപാട് ജസ്റ്റിഫൈ ചെയ്യണേ. കൃഷ്ണ, നമുക്കിപ്പോൾ തോന്നുന്നുണ്ട്, നമുക്കെന്നാ പറയാം കേട്ടോ, കൃഷ്ണന് തോന്നണമെന്നില്ല, കൃഷ്ണനോട് പറയുക, നമുക്കിപ്പോൾ തോന്നുന്നുണ്ടല്ലോ ഈ രാജ്യം അവരെ മുഴുവനെ കൊന്ന് 3 ലോകം കിട്ടിയാലും കൂടി എനിക്ക് വേണ്ട തോന്നണ്ട. കാരണം ഈ ഇത്രനവധി ആൾക്കാരെ, സ്വന്തം ആൾക്കാരെ കൊന്നിട്ട് നമ്മളെത്ര പാപമാണ് വലിച്ചു കെട്ടണത് നമ്മുടെ തലയിൽ. അതിന് പുറമേ അങ്ങനെയൊക്കെ കൊന്നു കഴിഞ്ഞ് രാജ്യം കിട്ടിയാലും സുഖം തോന്നുമോ? ഇല്ല. ആ ഒരു വിസ്ഡം നമുക്കുണ്ട്. പാവം അവർക്ക് ഈ ഗ്രീഡോണ്ടേ അത്യാഗ്രഹം കൊണ്ട് അവർക്ക് അത് വേണ്ട പോലെ ചിന്തിക്കാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവർ യുദ്ധത്തിന് വരണത്. അവരോട് സിമ്പതിയാണ്. അവർക്കത് മനസ്സിലാക്കാനുള്ള ശക്തി ഇല്ലെങ്കിലും കൃഷ്ണ, നമുക്ക്, അതായത് സ്വന്തം കുടുംബത്തിനെയൊക്കെ കൊന്ന് രാജ്യം കിട്ടിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കാനുള്ള വിസ്ഡം, ആ ബുദ്ധി അവർക്കില്ലെങ്കിലും നമുക്കതുണ്ടല്ലോ, ആ ധർമ്മബുദ്ധി. ആ ധർമ്മബുദ്ധി നമുക്കെങ്കിലും ഉണ്ട്. അപ്പോൾ നമ്മൾ ഞാൻ എൻ്റെന്ന് വിചാരിച്ച് പൗണ്ടവന്മാരെ മാത്രമല്ല, ഞാൻ എന്ന് വിചാരിക്കണം, അവരെയും കൂടിയും വിചാരിക്കണ്ട. അവർക്ക് അത് പറ്റണില്ല. അപ്പോൾ അത് നമുക്ക് ചെയ്യണ്ട. അതുകൊണ്ടാണെന്നാണ് ഞാൻ പറയണത്. അതായത് അവർ അൺറീസണബിളാണ് കൗരവന്മാർ. ആൻഡ് അവർക്ക് ഈ അനവധി ആൾക്കാരെ കൊന്ന് രാജ്യം കിട്ടിയിട്ട് എന്ത് കാര്യം, എത്ര പാപമാണ് വലിച്ചു കിട്ടണമെന്ന് ആലോചിക്കാൻ അവർക്ക് പറ്റണില്ല. അപ്പോൾ നമ്മളെങ്കിലും അത്, ആ ധർമ്മബുദ്ധി നമുക്ക് തോന്നുന്നുണ്ട്, ആ വിസ്ഡം നമുക്കുണ്ട്. അപ്പം പിന്നെ നമ്മളെങ്കിലും ഈ യുദ്ധം ഒഴിവാക്കുകയല്ലേ വേണ്ടത്? ഈ രക്തം ചൊരിച്ചിൽ അല്ലേ, എന്താ കഥ? ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ എത്ര രക്തം ചൊരിയണു. ആ ബ്ലഡ് ഷെഡ് ആൻഡ് സ്റ്റേ എവേ ഫ്രം ദ ബ്ലഡ് ഷെഡ്, അതല്ലേ വേണ്ടത് കൃഷ്ണ? അപ്പോൾ നമ്മളും അധർമ്മികളെ പോലെ പെരുമാറിയാലോ? അവരധർമ്മികളാണ്, അവർക്കത് ആലോചിക്കാനുള്ള ബുദ്ധിയില്ല. നമുക്ക് ധർമ്മബുദ്ധി ഉണ്ട്, ഇത് ആലോചിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മളെങ്കിലും ആ യുദ്ധം ഒഴിവാക്കേണ്ടതല്ലേ കൃഷ്ണ? അതൊക്കെ അപ്പം കൃഷ്ണൻ എന്താ തമാശ വെച്ചാൽ കൃഷ്ണൻ മിണ്ടാണ്ടിരിക്കുകയാണ്. ഒക്കെ പറഞ്ഞ് കഴിയട്ടെ എന്നിട്ടേ ഞാൻ പറയുള്ളൂ, മുഴുവൻ പറഞ്ഞ് തീർക്കട്ടെ വിചാരിച്ചിട്ടേ കൃഷ്ണൻ കണ്ടിന്യൂഡ് ടു വെയിറ്റ്. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു, മിണ്ടാതെ. കാരണം മുഴുവനെ അങ്ങോട്ട് പറഞ്ഞ് തീർക്കട്ടെ. അർജുനൻ്റെ ആ വെൻറ്റിങ് എന്ന് പറയുമല്ലോ നമ്മളെ, ആ അർജുനൻ്റെ വെൻറ്റിങ് അങ്ങോട്ട് പറഞ്ഞ് തീർക്കട്ടെ വിചാരിച്ച് മിണ്ടാണ്ട് അർജുനൻ്റെ ഈ വാക്കുകൾ മുഴുവൻ കേട്ട് കൃഷ്ണൻ മിണ്ടാണ്ടിരുന്നു. കൃഷ്ണൻ അറിയാത്ത പോലെ പറയണേ അല്ലേ? നമ്മൾക്കിത് അറിയാം ഈ സത്യം, അതായത് ഇത്ര പാപമൊന്നും ചെയ്തിട്ട് ഒരു സുഖവും കിട്ടാൻ പോണില്ല എന്നറിയാം. അവർക്ക് പക്ഷേ അത്യാഗ്രഹം കൊണ്ടൊന്നും അറിയില്ല കൃഷ്ണ. അപ്പം നമ്മളെങ്കിലും യുദ്ധം വേണ്ടാന്ന് വെച്ച് ഈ രക്തച്ചൊരിച്ചിൽ ഇല്ലാതെ ആക്കാനല്ലേ നോക്കണ്ട എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താട്ടോ. അപ്പോൾ ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.